പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. വരാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തിലേക്ക് കുടുംബത്തെ ഏൽപ്പിക്കണേ ഞാൻ പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ അനുഗ്രഹവേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാലമാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കൈകൾ കൂപ്പി നിയോഗം സമർപ്പിക്കണേ. ഇന്നത്തെ ആവശ്യം ഇന്നലെ പറഞ്ഞതും കൂടി കൂട്ടി പറയണം. ഇന്നലെ പറഞ്ഞത് ചിലപ്പോൾ നടക്കാത്ത വിഷയം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അത് ഇന്ന് പറയണം. അത് സമയമെടുക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും ജീവിതത്തിലെ. പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന ഇടങ്ങൾ, സംരംഭങ്ങൾ, യാത്രകൾ, സംസാരങ്ങൾ, സംഭാഷണങ്ങൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, തൊഴിലന്വേഷിച്ച് പോകുന്നവർ, അവർ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോയിട്ടുള്ളവരുണ്ടാകും, കടലിൽ പോയിട്ടുള്ളവരുണ്ടാകും, അവർ ഏലം കൃഷിക്കാർ, അങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിരിക്കുന്ന കാർഷിക തകർച്ചകൾ ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ. അതിൽ നിങ്ങൾ ഓർക്കണേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനീ പറയുമ്പോഴേ കർഷകർ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാവരുടെയും കേസാണ്. ഓരോരുത്തരും ജീവിച്ചു പോകേണ്ട എല്ലാവരും. ഓർക്കുമ്പോൾ വിഷമം തോന്നും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാഹസിതരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം പറഞ്ഞ ഓരോ വിഷയത്തിന് മേലും ദൈവത്തിൻ്റെ കൃപ ചെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നത്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ദൈവത്തിൻ്റെ കരുണ എല്ലാവരും ആവശ്യപ്പെട്ട ഈശോയെ. അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും അധ്വാനിച്ചിട്ട് പ്രയോജനമില്ലാത്തവരുടെ ഈശോയെ. ഇന്നലെ ഒരു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ട്രാക്ടർ കൊയ്ത്തിയന്ത്രം ഇറക്കുന്ന ആൾ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ അവിടെ എൻ്റെ യന്ത്രം എപ്പോഴും താന്ന് പോണച്ചാ, ഇനിയും 500 ഏക്കർ കൊയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മഴയും കൊയ്യാനും പറ്റണില്ല, യന്ത്രവും താഴുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ മനുഷ്യൻ അനുഭവിക്കണത്. കർത്താവ് ഞാറ്റുവേല എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇല്ലാത്തത് കാരണം കുരുമുളക് പൂക്കാതിരിക്കുകയും
ആ പൂക്കൾ അടന്ന് അത് കായ് ചൂടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കുരുമുളക് തോട്ടങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. ലക്ഷക്കണക്കിന് മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് വിഷമിക്കാൻ അനുഭവിക്കണം. രോഗങ്ങൾക്ക്, കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശങ്ങൾ, വിളനാശങ്ങൾ, മത്സ്യത്തൊഴിൽ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരുണ്ട് ഈശോയെ. അത് വിറ്റ് കിട്ടിയിട്ട് കടങ്ങൾ പരിഹരിക്കാതിരിക്കുന്നവരുണ്ട് ഈശോയെ. മത്സ്യബന്ധന മേഖലകളിലുള്ള ഇതര അനുബന്ധ ജോലികൾ ചെയ്യുന്നവരുണ്ട് ഈശോയെ. അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വലിയ സമൂഹം കരയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രത്യേക കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കാലാവസ്ഥയേക്കാൾ അതിനാഥനായ കർത്താവിൻ്റെ ശക്തി എല്ലാ കുരുമുളക് തോട്ടങ്ങളെയും ഏലത്തോട്ടങ്ങളെയും അതുപോലെ മത്സ്യബന്ധന മേഖലകളെയും തൊഴിലിടങ്ങളെ, മനുഷ്യരുടെ തൊഴിലിടങ്ങളെയെല്ലാം, തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ, എന്ത് തൊഴിലായാലും എന്ത് കാർഷിക വിളയായാലും മനുഷ്യൻ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മനുഷ്യൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതൻ നിങ്ങളുടെ വിഷയത്തിന് മേൽ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാർഷിക സാഹചര്യം, ജീവിത തൊഴിലിടങ്ങൾ ക്രമീകരണങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കർത്താവ് കണ്ണീരോടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവർ ആ ജയഘോഷത്തോടെ കമ്മിങ് ബാക്ക് ക്യാരിങ് ദ ഷീപ്സ് എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ അവർ കൊയ്തക്കറ്റയുമായിട്ട് വരുന്ന പോലെ ഞങ്ങളുടെ കർഷകരെ അങ്ങനെ സന്തോഷം തിരിച്ചു വരാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൊയ്ത്തുമായി സന്തോഷം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അവരെല്ലാം കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും, എന്ത് തൊഴിലായാലും കർത്താവെ ജീവിക്കാൻ വേണ്ടി വേറെ മാർഗമില്ലാത്തടത്തോളം കാലം എല്ലാ തൊഴിലുകളെയും കർത്താവെ നീ അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യിക്കട്ടെ. പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് മനസ്സാകാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, പരീക്ഷയ്ക്ക് തോക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരെ കൊണ്ട് എന്താ എപ്പിലെപ്സിയുള്ള കുഞ്ഞുങ്ങളുണ്ട്, സിസ്റ്റുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെ എല്ലാം കർത്താവ് സ്പർശിക്കണം. കർത്താവ് അതെല്ലാം കർത്താവ് ചാലഞ്ചറായിട്ടുള്ള എല്ലാ ബേബീസിനും കർത്താവ് നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിന്നെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും പാപങ്ങളെ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, അസ്വസ്ഥങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം നവംബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവ്, ഞാൻ എപ്പോഴും നിങ്ങൾ പറയത്തില്ലേ, എന്നാ പറയണേ, ഈ വചനം മാംസമാകുക എന്നുള്ളത് ഒരു അനുദിന ഒരു പ്രക്രിയയാണത്. വചനം എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പറയും മാംസമാകാനുള്ളതാണെന്ന് പറയും. എല്ലാ വചനത്തിൻ്റെ അകത്തും ക്രിസ്തുവുണ്ട്. എല്ലാ വചനത്തിലും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വചനം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം. ലൂക്ക 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഇത് എപ്പോഴാണ് സംഭവം എന്നറിയാമോ? ഈ കഥ നമുക്ക് മനസ്സിലായില്ല. നല്ല സമരക്കാരൻ്റെ കഥയാണ്. നല്ല സമരക്കാരൻ്റെ ആ കഥയിൽ ഈ ഒരാൾ മുറിവേറ്റ് കിടക്കുമല്ലോ. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയൊരു മനുഷ്യനെ കള്ളന്മാർ ആക്രമിച്ചിട്ട് മതപ്രായനാക്കത്തില്ലേ, അയാൾ അവസാനം ഒരു സമരക്കാരൻ വന്ന് സ്വന്തം കഴുതയുടെ പുറത്ത് കൊണ്ടുപോയി സത്തത്തിൽ കൊണ്ടുപോയി ആക്കും. അതൊക്കെ വലിയ ത്യാഗപ്രവൃത്തിയാണ്. എന്നിട്ട് ആക്കിയതിന് ശേഷം അയാൾക്ക് എണ്ണയും വീഞ്ഞൊക്കെ ഒഴിച്ചാലും മുറിവുകളൊക്കെ കെട്ടി അയാൾക്ക് ബോധമൊക്കെ വന്ന് വീണ് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ചെയ്ത്, മറ്റുള്ളവരെ സന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഉത്തരവാദിത്തമുണ്ട്. പുള്ളിക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അതിന് ടൈമില്ലാത്ത കൊണ്ട് പുള്ളി പറഞ്ഞ് 2 ദിനാർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 2 ദിനാർ എന്ന് 2 ദിവസത്തെ കൂലി, 2 ദിവസത്തെ കൂലി സതങ്ങ സൂക്ഷിപ്പവന് കൊടുത്തു. എന്നിട്ട് പറയണം, എന്നിട്ട് അയാൾ എന്താ പറയണത്, അതായത് എന്തും കുറവ് വരാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം ഇത്രയും പോയപ്പോൾ, പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുവാട്ടെ വരട്ടെ, ഞാൻ തിരിച്ചു വരും. ഒരിക്കലും ഞാൻ ഈ വാക്ക് വായിച്ചപ്പോഴേ പരിശുദ്ധാത്മ പറയണേ, ആ തിരിച്ചു വരുന്ന ആള്
ഈശോയാണ്. എൻ്റെ കണ്ണങ്ങടെ തെരഞ്ഞു. കാര്യം ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിരിക്കണേ. അപ്പം തിരിച്ചു വരുന്ന ആളാരാണ്? നമുക്കറിയാമല്ലോ, ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ അവസാനിക്കാൻ നേരത്താണ് ഈശോയുടെ തിരിച്ചുവരവിനെ കുറിച്ച് പറയണത്. മണവാളൻ വരാൻ വൈകുമെന്ന് വിചാരിച്ചുകൊണ്ട് സഹവൃത്യന്മാരെ തല്ലുകയും കൊല്ലാന്നൊക്കെ ചെയ്ത ആൾക്കാരെ മണവാളൻ വരുമെന്നൊക്കെ പറയുമ്പോൾ ഈ മണവാളനാണ് തിരിച്ചു വരുന്നത്. അതാണ് കന്യകമാരുടെ ഉപമയിലും തിരിച്ചുവരവുണ്ട്. രാജാവ് അനന്തരം രാജാവ് തന്നെ വലതുവശത്തുള്ളവരോട് വരണതും രാജാവിൻ്റെ തിരിച്ചുവരവാണ്. അപ്പം ആ തിരിച്ചുവരവ് ലൂക്കായിൽ തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ 35 എന്താണ്? കുറവുണ്ടാകും. ഇപ്പം നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ തരാമെന്ന്. അത് എന്നെ വല്ലാതെ മാറ്റിയൊരു വചനമാണ്. ഇതറിയാവോ? നമ്മൾ പലയിടത്ത് പല ഇടവകയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരു വികാരി, കൊറോണ വികാരിയൊക്കെ ആയിട്ട് ഇരുന്നു, കൊച്ചച്ഛൻ ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഒത്തിരിയേറെ വർക്ക് അവിടെ ചെയ്യും. പക്ഷെ പല ഭാഗത്തു നിന്ന് നമുക്ക് തിരിച്ചടികളുണ്ടാകും. ഞാൻ പിന്നെ തിരിച്ചടികൾ നേരെ കർത്താവിലേക്ക് കൊറിയർ ചെയ്യണമെന്നല്ലാതെ ഞാൻ ആരോടും പറയത്തില്ല. തിരിച്ചടികളുണ്ടാവും. പിന്നെ ന്യായമായ രീതിയിൽ നമ്മൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, മാനസികമായിട്ട് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോഴെല്ലാം, അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, പക്ഷേ നമുക്ക് റിട്ടേൺസ് ഇല്ല. പകരം നമുക്ക് ചവിട്ടും കുത്തും, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാവുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയം നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കുമ്പോൾ, അതിൻ്റെ റിട്ടേൺസ് നോക്കുമ്പോൾ ടാലി ആകത്തില്ല. അപ്പോൾ എവിടെയോ ഈ കച്ചവടത്തിൽ, ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു നഷ്ടമുള്ളത് പോലെ നമുക്ക് തോന്നും. വിശ്വാസ ജീവിതം മൊത്തം നഷ്ടമാണ് കേട്ടോ. ലാഭമുണ്ടെന്ന് ഞാൻ വിചാരിക്കരുത്. ആദ്യമൊക്കെ ലാഭമുള്ളവിടെ തോന്നുകയേ ഉള്ളൂ. അത് എനിക്ക് ഈ കിടപ്പുകളും പറയാൻ പറ്റത്തില്ലേ മൊത്തം നഷ്ടമാണെന്ന്. പക്ഷേ ഒരു കാര്യം, ഇതിനൊരു ലാസ്റ്റ് പാർട്ടുണ്ട്. എൻഡ് ഓഫ് ദി പാർട്ട് എന്ന് പറയുന്നത് ട്രയംപൻ പാർട്ടാണ്. എൻഡ് ഓഫ് ദി പാർട്ട് എന്താണ്? താൻ തിരിച്ചു വരുമ്പോൾ ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്ത് വീട്ടാനുണ്ട് അതെല്ലാം കൊടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നീ കുടുംബത്തിൽ ചെയ്ത്, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത്, ചെന്ന് പറയത്തില്ല എൻ്റെ അച്ഛ, എൻ്റെ അമ്മ, ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തതൊന്നും എഴുതിക്കുട്ടിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. എഴുതിക്കുട്ടിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ എന്താണ്? പക്ഷേ എൻ്റെ അനിയനെല്ലാം എഴുതിക്കുട്ടി വെച്ചിട്ടുണ്ട്. അവൻ എന്നെ കണക്ക് പറഞ്ഞ് കാശ് അപ്പനോട് മേടിക്കുന്നുണ്ട്. ഞാനങ്ങനെ, നമ്മുടെ വീടല്ലേ, ആരുടെ കണക്ക് പറയാനാണ്? അപ്പൻ്റെ അടുത്ത് കണക്ക് പറയാനാണ്. അപ്പം ഞാനൊന്നും ഇല്ല. പക്ഷേ ഇപ്പം എൻ്റെ ഒന്നും ഇല്ല അച്ഛാ. പെങ്ങളെ കെട്ടിച്ചപ്പോഴും ഞാൻ തന്നെയാണ് അവളെ വീട്ടിൽ വന്ന് നിന്നപ്പോഴും എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് ഊരി കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊന്നും ഞാൻ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സഹോദരൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നീ ചോദിച്ചിട്ടില്ലേ? അതിൻ്റെ മറുപടിയാണിത്. എന്താണ്? ഒരു തിരിച്ചു വരവുണ്ടെന്ന്. ഞാനിത് കാത്താണ് ജീവിക്കണേ. തിരിച്ചു വരുമ്പോൾ എല്ലാം ടാലിയാക്കും കർത്താവിന്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. നീ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്തു, നിനക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പിന്നെ നീ അനുഭവിക്കുന്ന വിഷമതകൾ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക. അവനൊരു വരവുണ്ടെന്ന് ഓർത്തേക്കണം. തിരിച്ചു വരവ്. ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വൈദികനാണ് ഇത് പറയണമെന്ന് ഓർക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്. അവൻ തിരിച്ചു വരും. നിത്യതയിൽ ഇതിനെ കുടിശ്ശിക തീർത്തിരിക്കും. ഇതിൻ്റെ ഇരട്ടി, അത് 6:36 വെച്ചുകൊണ്ട് അമർത്തി കുടിക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലൊട്ടിച്ചെറിയുന്ന കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയണത് ലൂക്കായാണെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്.